അൻവർ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർ തമ്മിൽ ഒന്നിച്ച് കൂടി കിടന്ന ആളുകളാണ്. അവർ തമ്മിൽ ഇപ്പോൾ പിണക്കമായെങ്കിൽ നാളെ ചിലപ്പോൾ ഇണക്കമായെന്ന് വരാം. അപ്പോൾ അൻവറിൻ്റെ ന്യായങ്ങൾ പറഞ്ഞു നടക്കുന്നു. ഇതിലൊന്നും എനിക്കതിനെപ്പറ്റി അല്ലെങ്കിൽ മലബാർ സൈഡിലുള്ള കാര്യങ്ങളാണല്ലോ, എനിക്കതിനെപ്പറ്റി ഒന്നും സത്യത്തിന് അറിയില്ല. അൻവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളിലും അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അത് ഈ അൻവർ ഇപ്പോഴല്ലേ ഉന്നയിക്കുന്നത്, നേരത്തെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മാറ്റം വന്നു, മാറിയിട്ട് മാറി എന്ന് വിമർശനമാണ്. അപ്പോൾ ഈ വിമർശനമെല്ലാം നേരത്തെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ എന്തോ കുടിപ്പഴകയോ അല്ലെങ്കിൽ വ്യക്തിപരമായോ അല്ലെങ്കിൽ സംഘടനാപരമായോ ഏതൊക്കെ പ്രശ്നം ഉള്ളിലുണ്ട്. അതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് അണപൊട്ടി പണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നാറ്റക്കേസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഗവൺമെൻറ് സാധിക്കുന്നില്ല. ഗവൺമെൻറ്റിന് പല കാര്യങ്ങൾ ചെയ്തതിനെപ്പറ്റി അൻവറിനും മിണ്ടാനൊക്കുന്നില്ല. അങ്ങനെ പരസ്പരം കൂട്ടിക്കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നു. അൻവർ പറയുന്നു പാർട്ടിക്കാർ വരെ പുള്ളിയുടെ കൂടെയുണ്ട് എന്ന്. എന്തുമാട്ടെ, അൻവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുജന മധ്യത്തിൽ മലബാർ പ്രദേശത്ത്, പ്രത്യേകിച്ചും മലപ്പുറം പ്രദേശത്ത് അദ്ദേഹത്തോടു കൂടി അണിചേരുവാൻ കുറേ ആളുകളുണ്ടായി എന്ന് മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പങ്കാളിത്തം വിളിച്ചു കൂട്ടുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇത് എന്താണ് കാരണമെന്ന് കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പഠിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാം, മനസ്സിലാക്കാം. എന്തോ മലബാർ മേഖലയിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഭയപ്പെട്ട് കിടക്കുകയല്ലേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സമ്മേളനം നടത്തി, എന്തെല്ലാം കാര്യങ്ങൾ നടത്തി. എന്നിട്ട് വോട്ട് വന്നപ്പോൾ ലക്ഷക്കണക്കിന് വോട്ടിനല്ലേ തോറ്റുപോയത്. ചിലതിനകത്ത് ഒരു ന്യായീകരണങ്ങളുണ്ട്. അന്ന് എനിക്കറിയില്ല. പുള്ളി പറയുന്നത് ന്യായീകരണം എന്തുമാത്രം ഉണ്ടെന്ന് ഇല്ല എന്നുള്ളതല്ല, ന്യൂനപക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് നേരെ തന്നെയാണ്. കാരണം കഴിഞ്ഞ വോട്ടിൻ്റെ നമുക്ക് നമ്മുടെ സുധാകരൻ തന്നെ ഇത്തരം വോട്ടിന് ജയിക്കുക അദ്ദേഹം തോക്കുമെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. ഇത്തരം ലക്ഷങ്ങളുടെ വോട്ടിൻ്റെ ജയം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴും ആ ജയിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ടീച്ചറൊക്കെ എത്ര ലക്ഷക്കണക്കിന് വോട്ടിലല്ലേ തോറ്റത്. മലബാർ പ്രദേശത്ത് ഇടതുപക്ഷത്തിന് ഇത്രയധികം തോൽവി ഉണ്ടാകാനുണ്ടായ കാരണമെന്ന് അവർ തന്നെ ഒന്ന് പഠിക്കട്ടെ. ADGPക്കെതിരെയും അതുപോലെ തന്നെ P ശശിക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഒരു കരുതൽ വെക്കണമായിരുന്നു, അങ്ങനെ തോന്നിയില്ല? അല്ല, കുറച്ച് ADGPയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പക്ഷെ എപ്പോഴും മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ADGP അല്ല ഏത് PI ആണ് തിരക്കി അന്വേഷിച്ചിട്ട് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അല്പം കാത്തിരിക്കണ്ടേ. അപ്പോൾ ആ P എന്ന് പറഞ്ഞാൽ P ശശിയെന്ന് സംരക്ഷിച്ച മാതിരി തോന്നുന്നു. അതെ, Pയും കുഴപ്പക്കാരനാണെന്നുള്ള ആക്ഷേപം ഉണ്ടല്ലോ പലർക്കും, പാർട്ടിയിലുള്ളവർക്കും ഉണ്ട്. ഒരു ജനകീയ മുഖമില്ലാത്ത ആളാണ് P എന്നുള്ളത് തോന്നലുമുണ്ട്. എന്തുമാകട്ടെ, ഇവരെല്ലാം പറ്റി അന്വേഷിച്ചിട്ടൊരു തീരുമാനം എടുക്കും എന്ന് പറയുമ്പോൾ ഈ വേഗോളം ഇരിക്കാമെങ്കിൽ ആറോളം ഒന്നും ഇരിക്കാൻ പാടില്ലേ. അന്വേഷണം വരട്ടെ, അന്വേഷണം വരട്ടെ. അത് ഈ കുട്ടനാട് MLA കൂട്ട് മതിയോ? ക്ഷമ വേണ്ടേ? കുട്ടനാട് MLA ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി അല്ലറി തുള്ളുകയല്ലേ. എനിക്കെന്നാ കുറവെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള യോഗ്യത എന്താണ്? കാത്തിരിക്കാൻ വയ്യ, കെട്ടിച്ചാടുകയാണ് നല്ലത്. ഒരു കെട്ടുവെള്ളത്തിൽ കൊണ്ടു നടക്കാനുള്ള ആളില്ല. ഒരു ഐക്യമുന്നണിയുടെ ഭാഗമെന്നതിൽ ജയിച്ചു എന്നുള്ളതല്ലാതെ ചേട്ടൻ്റെ കെയർ ഓഫിൽ, ചേട്ടൻ്റെ പണബലത്തിൽ അനിയൻ കൂടെ കയറി വന്നു, ചേട്ടൻ്റെ അനകാല ഭരണം കൊണ്ട് പുള്ളിക്ക് അവസരം കിട്ടിയെന്നുള്ളതല്ലാതെ പുള്ളിയുടെ എന്നാ ക്വാളിറ്റി? ഇതൊക്കെ രാഷ്ട്രീയമാണപ്പോൾ. കാരണം ഈ ആരോപണ പ്രത്യാരോപണം നടക്കുന്ന ഈ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്നോ നാളെ കിട്ടില്ല ചങ്ങാതി. അതിൻ്റെ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രി അതിനൊരു തീരുമാനമെടുക്കും. ADGPക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അന്വേഷണ റിപ്പോർട്ടുകളെപ്പറ്റി വന്ന വിവരങ്ങൾ കേട്ടാലെല്ലാം തന്നെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ ഒട്ടും ശരിയായില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് DGPയിൽ നിന്ന് വരെ കിട്ടിയിരിക്കുന്നുള്ള വരെയുള്ള ആരോപണങ്ങൾ ഏതാണ്ട് തെളിഞ്ഞ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.
ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് തീർച്ചയായും മുഖ്യമന്ത്രി നടപടി എടുത്തിരിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ സംഘപരിവാർ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ 1-2 ദിവസം കൊണ്ട് കാക്ക്. ഈ സംഘപരിവാർ നേതാക്കളെ ADGP കണ്ടത് ശരിയാണോ? എന്താ തെറ്റി? ഈ സംഘപരിവാർ എന്നതാണ് അവരെ തീണ്ടാനും കൂടാനും പാടില്ലേ? എത്രയോ പേര് അവർ മനുഷ്യരല്ലേ, അവരെ കാണുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പോയി എന്തിനാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നത്? അത് പരസ്പരമായി ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അവരെ കാണാൻ കേരളം ഭരിക്കുന്നവർ പോയി കാണും. അതുപോലെ തന്നെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന ഭരിപ്പിക്കുന്ന ആളിൽപ്പെട്ട ചില വിഭാഗങ്ങളാണ്. ആ പോഷക സംഘടന അവരുടെ പരിവാരം എന്ന് പറഞ്ഞ ഓരോ വിഭാഗത്തിൽപ്പെട്ടവരെ ഒരു നേതാവിനെ കണ്ടു എന്നുള്ളത് വലിയൊരു മഹാഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എത്രയോ പേര് കണ്ടവരുടെ പേര് പറയാനെങ്കിലും ഒരുപാട് പേരുടെ ഉണ്ട്. പക്ഷെ അതൊരു മഹാഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ തോൽവി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ശരിയാണല്ലേ? അതെനിക്കറിയില്ല. അൻവർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദിവസവും പറയുന്നുണ്ട്. അത് മുഴുവൻ ശരിയോ തെറ്റോ എന്ന് നമുക്ക് പഠിച്ചിട്ട് വേണം പറയാൻ. പോലീസ് മുഴുവൻ മുസ്ലിം വിരുദ്ധതയുണ്ടോ അൻവർ പറയുന്ന തരത്തിലാണ്? അതെനിക്കറിയില്ല. മുസ്ലിങ്ങളിൽ പോലീസ് വിരുദ്ധമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ മലബാർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്താ പറയുന്നത്? മലപ്പുറം അടുത്തോടെ നടക്കുന്ന ഒരു പാർട്ടിക്ക് അത് അദ്ദേഹം ചെയ്യാൻ വേണ്ട ഒരു ഇൻ്റർനാഷണൽ മണ്ടത്തരായിരിക്കും അത്. കാരണം പാർട്ടിയുടെ എണ്ണത്തിനൂടെ യാതൊരു കുറവുമില്ല. ഇങ്ങനെ ഒരുപാട് പാർട്ടികളിലൂടെ ഉണ്ടാകാറുണ്ട്, അത് അതുപോലെ പോകാറുമുണ്ട്.